ഗോപൻ്റെയും ഈ ശബ്ദത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണോ ഈ തെയ്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ പാട്ട് പാടാനായിട്ട് ഗോപനെ സെലക്ട് ചെയ്യുന്നത്? ശരിക്കും അങ്ങനെ തന്നെയാണെന്ന് പറയാം. കാരണം ഇതിനകത്തൊരു കതിവനൂർ വീരൻ്റെ ഒരു തെയ്യം, കാരണം ഇവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ആ കഥയും കൂടെ വരുന്നുണ്ട്. കതിവനൂർ വീരനും അതിൻ്റെ ഓരോ തെയ്യത്തിൻ്റെ പിന്നിലുള്ള ഓരോ കഥകളുണ്ടല്ലോ, ആ കഥയാണ് പാട്ടിലൂടെ പറയുന്നത്. അപ്പോൾ കുറച്ച് ഫോക്ക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പാടുന്ന ശൈലിയും കൂടെ വേണം. അപ്പോൾ അങ്ങനെ കൈതപ്പുറം വിശ്വനാഥനാണ് ഗോപൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഗോപനെ പരിചയമില്ലേ? ജയന് പരിചയം ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ, പക്ഷെ എനിക്ക് അടുത്തറിയില്ലായിരുന്നു. അപ്പം അങ്ങനെ വിശ്വനെ ഞാൻ ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ശരി. ഞങ്ങൾ സുഹൃത്തുക്കൾ എന്നല്ല, ഒരു സഹോദരന്മാരെ പോലൊരു ബന്ധമുണ്ടായിരുന്നു. ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുവഴിയാണ് ദാമോദരേട്ടൻ, ഏട്ടമൂപ്പൻ എന്നാണ് വിശ്വൻ പറയാറുള്ളത് സാധാരണ, ദാമോദരേട്ടൻ പറയാറുള്ളത്. അങ്ങനെ എൻ്റെയും ഒരു ഏട്ടമൂപ്പരായിരുന്നു അദ്ദേഹം. ആയിരുന്നില്ലാണ് ഇപ്പോഴും. അങ്ങനൊരു പേര് നമ്മളിപ്പോഴറിയുന്നല്ലേ? അതായത് ദാമോദര നമ്പൂതിരി. അങ്ങനെ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അവർ വഴിയാണ് എനിക്ക് ഈ ഇതിൽ അവസരം വരുന്നതും അങ്ങനെയാണ് അദ്ദേഹത്തിനെ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ആ പാട്ട് എനിക്ക് കിട്ടുന്നത് തന്നെ. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് ഇതിനു മുമ്പ് കുറേ ഫിലിംസ് പാടിയിട്ടുണ്ടെങ്കിലും കളിയാട്ടത്തിലാണ് എനിക്ക് ആൾക്കാർ കേൾക്കുന്നൊരു പാട്ട് കിട്ടിയത്. അതിന് ഉത്തരവാദി ഇവരെല്ലാവരുമാണ്. നമുക്ക് ആൾക്കാർ ഒന്നുകൂടെ പാട്ടൊന്ന് പാടി കേൾപ്പിക്കാം. കുടകുമലയിലെ കണ്ണേറാ താഴ്വരയിൽ കളരികളേഴും കീഴടങ്ങി നിന്നു. ഏഴാഴികളും 17 മലയും കതിവനൂർ വീരനെ എതിരേറ്റു നിന്നു. ഏഴിനും മീതെ മണിശംഖ് മുഴങ്ങി വില്ലാളി വീരനെ മാളോ വണങ്ങി. കതിവനൂർ വീരനെ നോമ്പു നോറ്റിരുന്നു. മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി. ആദിത്യചന്ദ്രന്മാർ ചതിയാലെ മറഞ്ഞു. കളരി വിളക്കുകൾ കൊടും കാറ്റിലണഞ്ഞു. കലിതുള്ളിയുറയുന്ന കതിവനൂർ വീരനെ കുടകന്റെ കൈകൾ ചതി കൊണ്ടു ചതിച്ചു. കണ്ണീരു വീണൻ മലനാടു മുങ്ങി. പോർവിളി കേട്ടന്റെ മനക്കോട്ട നടുങ്ങി. കതിവനൂർ വീരന്റെ കഥ കേട്ടു പീടഞ്ഞു. മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി. പൂങ്കോഴി കരഞ്ഞു, തോഴിമാർ പിരിഞ്ഞു. ചതിത്തിയിലവളന്നുടലോടെ മറഞ്ഞു. കതിവനൂർ വീരന്റെ കനലോടു ചേർന്നവൾ സ്വർഗത്തിലേക്കൊരു കിളിയായി
പറന്നു. ഇതാണ് ആ കഥ എന്ന് പറഞ്ഞാൽ അല്ലേ? അതിനകത്തുള്ള വേറൊരു കഥയാണ്. അത് ഇത്രയും ഇതിൽ കൂടുതൽ സിംപ്ലിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല. ആ ലിറിക്സ് ഉണ്ടല്ലോ, ഭയങ്കര ഒരു മുഴുവൻ കഥയും എങ്ങനെ ഇതിൽ പാട്ടിലൂടെ മാത്രം ഒതുക്കി എന്നുള്ളത് അത്രയും എക്സ്പ്രസീവ് ആണ്. പ്രത്യേകിച്ച് ആ കഥാസന്ദർഭം ഉണ്ടല്ലോ, ഒരു പെരുമലയനും താമരയും തമ്മിലുള്ള അവരുടെ പ്രണയത്തിൽ ഇത് ബ്ലെൻഡഡ് ആകുകയാണ്, ഒരേ സമയമാണ് അത് നടക്കുന്നത്. അതാണ് ആ സിറ്റുവേഷനിൽ ഭയങ്കര ആപ്റ്റായിട്ട് വരുന്നത്.